ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. നമുക്ക് ശ്രീമദ് ഭാഗവതം 4-ാം ഭാഗത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം 3-ാമത്തെ ഭാഗമായിരുന്നു വിവരണം ചെയ്തിരുന്നത്. അതിൽ ഭഗവാന്റെ എണ്ണമറ്റ അവതാരങ്ങളുടെ മാഹാത്മ്യത്തെക്കുറിച്ചായിരുന്നു പരാമർശിച്ചിരുന്നത്. 22-ാമത്തെ അവതാരമായി കൽക്കി അവതരിക്കുന്നു എന്നുവരെയും നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നു. അതിനുശേഷം ഭഗവാന്റെ അനന്തമായിട്ടുള്ള അംശ അവതാരങ്ങളെക്കുറിച്ചും പറഞ്ഞിരുന്നു. എല്ലാ വേദങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും സാരസംഗ്രഹമാണ് ഭാഗവതം. ഇതിനെ വ്യാസഭഗവാൻ ഈ പുരാണത്തെ സ്വന്തം പുത്രനും ആത്മജ്ഞാനികളിൽ ശ്രേഷ്ഠനുമായ ശ്രീശുക ബ്രഹ്മർഷിയെ പഠിപ്പിച്ചു. ആത്മജ്ഞാനം എന്ന് വെച്ചാൽ ആത്മാവാണ്, ഞാൻ ആത്മാവാണെന്നുള്ള ബോധം, ആ ജ്ഞാനം ലഭിച്ചവൻ. നമുക്ക് എല്ലാവർക്കും പ്രായോഗികമായിട്ട് നമ്മിലിരിക്കുന്ന ബോധചൈതന്യം ഭഗവാനാണ്, നമ്മിലിരിക്കുന്ന ആത്മാവ് ഭഗവാനാണെന്നുള്ളത് പ്രായോഗികമായിട്ട് അറിയാമെങ്കിൽ അത് പ്രവൃത്തി രൂപേണ അത് അനുഭവിക്കുവാൻ നമ്മളത് ജ്ഞാനരൂപത്തിൽ മനസ്സിലാക്കുന്നു എങ്കിലും അത് അനുഭവ രൂപത്തിൽ പ്രായോഗികമാക്കുവാൻ നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്കതിനുള്ള ആ ഒരു അവസ്ഥ ഇതുവരെയും ആർക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് നേടുന്നവനാരോ അവനാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയാണ് ആത്മജ്ഞാനി എന്ന് പറയുന്നത്. ആത്മാവിൽ സ്വയം ഞാനിത് ആത്മാവാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് അതിൽ രമിക്കുന്ന ആള്. അതുകൊണ്ടാണ് ശ്രീശുക ബ്രഹ്മർഷിയെ പിതാവായ വ്യാസഭഗവാൻ സന്യാസത്തിന് വേണ്ടി ഉപനയന കർമ്മം കഴിഞ്ഞപ്പോൾ തന്നെ യാത്ര ആരംഭിച്ചപ്പോൾ മകനെ എന്ന് ദുഃഖത്തോടുകൂടി വിളിച്ചപ്പോൾ വൃക്ഷങ്ങളാണ് ആ വിളിക്ക് ആ മറുവിളി അല്ലെങ്കിൽ അതിന് മറുപടി കൊടുത്തത്. അപ്പോൾ സർവചരാചരങ്ങളിലും ഒന്നിൻ്റെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥൂല രൂപങ്ങളാണെന്നും എല്ലാറ്റിലും ഒന്ന് തന്നെയാണ് സഞ്ചരിക്കുന്നതെന്നും മനസ്സിലാക്കി അത് അനുഭവിച്ച ജ്ഞാനിയാണ്, ആത്മജ്ഞാനിയാണ് ശ്രീശുക ബ്രഹ്മർഷി. അപ്പോൾ വേദവ്യാസ ഭഗവാൻ സർവവേദങ്ങളുടെയും സാരമായ ഈ ഭാഗവതത്തെ തന്റെ പുത്രനായ ശ്രീ ശുഗന് ഉപദേശിച്ചു കൊടുത്തു. ശ്രീശുക ബ്രഹ്മർഷിയാകട്ടെ ഇത് മഹർഷിമാരുടെ സാന്നിധ്യത്തിൽ ഗംഗാതീരത്ത് പ്രായോപവേശം ചെയ്തിരുന്ന പരീക്ഷിത് മഹാരാജാവിന് ഈ ഭാഗവതം ഉപദേശിച്ചു കൊടുക്കുന്നു. പ്രായോപവേശം എന്ന് വെച്ചാൽ അതൊരു വ്രതമാണ്. അത് മരിക്കുന്നതുവരെയും ജലം പോലും കഴിക്കാതെ ശരീരത്തെ ശുഷ്കിപ്പിച്ച് മരണാസന്നമാക്കുന്ന ഒരു വ്രതമാണത് പ്രായോപവേശം എന്ന് പറയുന്നത്. ആ ഈശ്വരസ്മരണയോടുകൂടി വ്രതത്തിൽ മരണം കാത്തിരിക്കുന്ന ശരീരം ഇല്ലാതാക്കി മരണത്തിലേക്ക് കടന്നെടുക്കുന്ന ഒരു വ്രതം. അപ്പോൾ ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിന് ഭാഗവത ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ ഈ സൂത പൗരാണികനും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ശ്രീ ശുക ബ്രഹ്മർഷിയുടെ അനുഗ്രഹത്താൽ അത് കേൾക്കുവാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു. അത് അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക്, ഈ സൂത പൗരാണികന്റെ ബുദ്ധിക്ക് അനുസരിച്ച് അത് ഉൾക്കൊള്ളുകയും ആ ഉൾക്കൊണ്ടത് ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുക്കാം എന്നുമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണ പരമാത്മാവിനോടൊപ്പം തന്നെ ധർമ്മവും ജ്ഞാനവും എല്ലാം അദ്ദേഹം അന്തർധാനം ചെയ്തതോടുകൂടി തന്നെ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി. ധർമ്മവും ജ്ഞാനവും എല്ലാം അങ്ങനെ അജ്ഞാനത്തിന്റെ അന്ധകാരത്തിൽ മുഴുകിപ്പോയവരുടെ ആ മുഴുകിപ്പോയ കലിയുഗത്തിലേക്ക് കടന്നു വന്ന ആ മനുഷ്യരുടെ ആകുന്ന അന്ധകാരത്തെ നശിപ്പിക്കുവാനായി ഉദിച്ചുയർന്ന ജ്ഞാനസൂര്യനാണ് ഭാഗവതം. ആ ഭാഗവതം വ്യാസഭഗവാൻ അത് എങ്ങനെ എഴുതി, അല്ലെങ്കിൽ എഴുതാനുണ്ടായ സാഹചര്യം എന്ത്, അതാണ് നമ്മൾ ഇന്നത്തെ ഈ അധ്യായത്തിൽ, അതായത് ഈ ഇന്നത്തെ ഭാഗത്തിൽ നാം ചർച്ച ചെയ്യുന്നത്. വ്യാസഭഗവാൻ തന്റെ മകൻ ഉപദേശിച്ചു കൊടുത്ത ശ്രീശുകന് ഉപദേശിച്ചു കൊടുത്തു. ശ്രീശുകൻ പരീക്ഷത്തിന് അത് ഗംഗാതീരത്ത് വെച്ച് ഉപദേശിച്ചു കൊടുക്കുന്നു. അങ്ങനെ
അത് കേട്ടുകൊണ്ടിരുന്ന ഗംഗാ തീരത്ത് പരീക്ഷത്തിന് ഉപദേശിച്ചു കൊടുക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന സൂത പൗരാണികനാണ് ശൗനകാദി മഹർഷികൾക്ക് ബദ്രിയാശ്രമത്തിൽ നൈമിഷാരണ്യത്തിൽ അവർ 1000 സംവത്സരം നീണ്ടു നിൽക്കുന്ന ഒരു ജ്ഞാനം, ഒരു യജ്ഞം അവിടെ നടത്തുമ്പോൾ ആ ശൗനകാദികളുടെ യജ്ഞസ്ഥലത്തേക്ക് സൂത പൗരാണികൻ കടന്നു വരികയും അദ്ദേഹത്തിനെ ആദരിച്ചിരുത്തി അതിൽ നിന്നും ഭാഗവതം സാരം, ആ സർവ്വവേദങ്ങളുടെയും സാരാംശമായ ഭാഗവതം കേൾക്കുവാൻ, അതിനെക്കുറിച്ച് പറയുവാൻ ശൗനകാദികൾ ആവശ്യപ്പെടുന്നു. കാരണം കലിയുഗത്തിലെ മനുഷ്യരുടെ ബുദ്ധിയും ശക്തിയും ഓർമ്മശക്തിയും വളരെ പരിമിതമാണ്. അവർ വേദങ്ങളോ ഇതിഹാസങ്ങളോ പുരാണങ്ങളോ വേദാന്തങ്ങളോ ഒക്കെ പഠിച്ച് അതെല്ലാം ഓർമ്മ വെച്ച് അതിലൂടെ ജ്ഞാനം നേടുവാനൊക്കെ ഒരിക്കലും സാധ്യമാവുകയില്ല. അതിനാൽ ഭഗവാനെ വേഗം ലഭിക്കുവാൻ വളരെ ഉത്തമമായിട്ടുള്ള ഭഗവത് സാന്നിധ്യത്തിൽ ഭക്തിയിലൂടെ മുക്തി ലഭിക്കുവാനുള്ള ഏറ്റവും എളുതായ മാർഗം എന്താണെന്ന് സൂത പൗരാണികനോട് ചോദിക്കുകയാണ് ശൗനകാദി മഹർഷികൾ. അപ്പോൾ അതിന് സൂത മഹർഷി കൊടുക്കുന്ന ഉത്തരമാണ് ഇന്ന് നമ്മൾ വീണ്ടും ഈ 4ാമത്തെ ഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. എങ്ങനെയാണ് വ്യാസഭഗവാൻ ശ്രീമദ് ഭാഗവതം രചിക്കാൻ ഇടയായ കാരണം, അല്ലെങ്കിൽ അതിനുള്ള കാര്യം. അങ്ങനെ സൂത മഹർഷിയെ അഭിനന്ദിച്ചുകൊണ്ട് ശൗനകാദി മഹർഷികൾ പറയുകയാണ്. ശൗനക മഹർഷി പറഞ്ഞു, അല്ലയോ ഭാഗ്യവാനായ സൂത, ശ്രീശുകൻ ഉപദേശിച്ച ആ ഭാഗവതത്തെ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. ഏത് യുഗത്തിലാണ്, എവിടെ വെച്ചാണ് വ്യാസഭഗവാൻ ഭാഗവതം നിർമ്മിച്ചത്? അതിന് ആരുടെ പ്രേരണയാണ് അതിന് കാരണമായിട്ടുള്ളത്? മഹായോഗിയും സമദർശിയും ഭേദഭാവനെ അകന്നവനും അജ്ഞാനത്തിന്റെ ആ അഗാധമായ നിദ്രയിൽ നിന്നുണർന്നവനും തന്റെ മഹിമ അന്യരെ മനസ്സിലാക്കിക്കാതെ മൂഢനെ പോലെ സഞ്ചരിക്കുന്നവനുമാണല്ലോ ശ്രീശുകൻ. ശുകന്റെ ആ ജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ശ്രീശുക മഹർഷിയുടെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണ്. അജ്ഞാനത്തിൽ നിന്നും, അജ്ഞാനമാകുന്ന നിദ്രയിൽ നിന്നും ഉണർന്നവൻ. നമ്മൾ അജ്ഞാനമാകുന്ന നിദ്രയിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, ഉണരൂ, എഴുന്നേൽക്കൂ, ജാഗ്രതായിട്ടിരിക്കൂ. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാന്നി നിമോധിത എന്ന് അദ്ദേഹം പറഞ്ഞത് അതിനു വേണ്ടിയാണ്. നമ്മൾ എപ്പോഴും അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു ജനസമൂഹത്തെ ഉണർന്ന് ആത്മബോധമുള്ളവരായി മാറൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നാം എല്ലാവരും അജ്ഞാനത്തിൽ ഉറങ്ങിക്കിടക്കുന്നവരാണ്. അതിൽ നിന്നും, ആ അന്ധകാരത്തിൽ നിന്നും ഉണർന്നവനാണ് ശ്രീശുകൻ. അദ്ദേഹമോ സമദർശിയാണ്. സർവ്വ ജീവജാലങ്ങളിലും ബ്രഹ്മതത്വം കാണുന്നവനാണ്. യാതൊരു ഭേദം, സ്ത്രീയെന്നോ പുരുഷനെന്നോ സസ്യമെന്നോ പക്ഷിയെന്നോ മൃഗമെന്നോ ഒരു ഭേദവുമില്ല. എല്ലാറ്റിലും ഈശ്വരനെ മാത്രം കാണുന്ന സമദർശിയാണ്. അതുപോലെ തന്നെ താൻ ആരാണെന്ന്, താൻ ആത്മജ്ഞാനം നേടിയ സമദർശിയായ ഈശ്വര ചൈതന്യത്തെ അനുഭവിക്കുന്ന ആളാണെന്നുള്ള ഭാവങ്ങളോ അല്ലെങ്കിൽ പുറമേയുള്ള ആ യാതൊരു ഭാവപ്രകടനവുമില്ലാതെ ഒരു മൂഢനെ പോലെ സഞ്ചരിക്കുന്നവനാണ് ശ്രീശുകൻ. അങ്ങനെയുള്ള ശുക മഹർഷിയും അദ്ദേഹത്തിന്റെ പിതാവായ വ്യാസ മഹർഷിയും ഒരിക്കൽ ദേവലോകത്തൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ മന്ദാകിനി നദീതീരത്തൂടെ സഞ്ചരിച്ച് പോവുകയായിരുന്നു. അപ്പോൾ അല്പം മുൻപിലാണ് ശുകൻ സഞ്ചരിക്കുന്നതും അതിന് പിറകിലാണ് വ്യാസഭഗവാൻ സഞ്ചരിക്കുന്നതും. അപ്പോൾ നദിയിൽ കുളിച്ചുകൊണ്ടിരുന്ന ദേവസ്ത്രീകൾ വ്യാസ മഹർഷി വരുന്നത് കണ്ടപ്പോൾ അവരുടെ വസ്ത്രങ്ങളൊക്കെ എടുത്ത് പരിഭ്രമിച്ച് ഇങ്ങനെ കരയിൽ കയറി നിന്നു. അപ്പോൾ വ്യാസഭഗവാൻ അവരോട് ചോദിക്കുകയാണ്, എൻ്റെ മകനായ ശുകൻ നന്നേ ചെറുപ്പമാണ്, സുന്ദരനാണ്, വസ്ത്രം പോലും ധരിക്കാത്തവനാണ്. എന്നുവെച്ചാൽ വസ്ത്രത്തിലോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ബോധത്തിലോ അല്ല ശുകമഹർഷിയുടെ ബോധമിരിക്കുന്നത്. ഞാൻ ശരീരമാണെന്നുള്ള ബോധവും ഈ ശരീരം മറ്റുള്ളവർ സ്ഥൂല ശരീരം കാണും എന്നുള്ള ആ ശരീരബോധത്തിലിരിക്കുമ്പോഴാണ് നമുക്ക് നാണം വരികയും വസ്ത്രം ധരിക്കുകയൊക്കെ ചെയ്യുന്നത്. കൊച്ചുകുട്ടികൾ വസ്ത്രം ധരിക്കാതെ ഓടി നടക്കത്തില്ലേ? അതെന്തുകൊണ്ടാണ്? അവർക്ക് ശരീരബോധമില്ല. ആ അവസ്ഥയാണ്, ആ കുട്ടികളുടെ അവസ്ഥയാണ് ശരിക്കും ബ്രഹ്മത്തെ തിരിച്ചറിഞ്ഞവൻ, ആത്മബോധത്തിൽ ജീവിച്ചിരിക്കുന്നവന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചെറിയ കുട്ടികൾ അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നറിയാതെ ഒന്നിച്ച് കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യില്ലേ?
ചെറിയ കുട്ടികൾ വസ്ത്രം ഉപേക്ഷിച്ച് നടക്കില്ലേ? അവർക്ക് ശരീരബോധമില്ല. സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ള വ്യത്യാസമില്ല. ഇതേ ബോധമാണ് ആത്മജ്ഞാനികൾക്കും ഉണ്ടാകുന്നത്. ശുഗ മഹർഷി വസ്ത്രമൊന്നും ധരിക്കാതെ ആണ് സഞ്ചരിക്കുന്നത്. കാരണം ശരീരബോധത്തിലല്ല ജീവിക്കുന്നത്. ഞാൻ ശരീരമല്ല, ആത്മാവാണ്. ഈ ആത്മാവിന് കർമ്മം ചെയ്യാനുള്ള ഒരു ഉപകരണമാണ് ശരീരം എന്നുള്ള അത് അനുഭവിച്ച ആളാണ്. നമ്മളവർക്ക് അത് പറയുന്നതേ ഉള്ളൂ. പക്ഷേ ഭഗവാൻ അത് അനുഭവിച്ച ആളാണ് ശ്രീ ശുഗൻ. വ്യാസഭഗവാൻ പോലും അത്രയും എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് വ്യാസഭഗവാൻ ചോദിക്കുകയാണ് ആ സ്ത്രീകളോട്, ദേവസ്ത്രീകളോട്, എന്റെ മകനെ കണ്ടിട്ട് നിങ്ങൾക്ക് ലജ്ജയൊന്നും തോന്നിയില്ലേ? അവൻ ചെറുപ്പക്കാരനും സുന്ദരനും വിവസ്ത്രനുമായിട്ടാണല്ലോ പോയത്. പക്ഷെ എന്നെ കണ്ടപ്പോൾ ഞാൻ വസ്ത്രമണിഞ്ഞിട്ടുണ്ട്. അവനേക്കാൾ ഉള്ള ആളാണ്. അവന്റെ അത്രയും സൗന്ദര്യം എനിക്കില്ല. എന്നിട്ടും എന്നെ കണ്ടപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് പരിഭ്രമിച്ച് വസ്ത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് കരയിൽ കയറിയത് എന്ന് ചോദിച്ചപ്പോൾ ആ ദേവസ്ത്രീകൾ പറയുകയാണ്, അങ്ങയ്ക്ക് സ്ത്രീ പുരുഷ ഭേദം അങ്ങയുടെ മനസ്സിൽ സ്ത്രീ പുരുഷ ഭേദം തോന്നത്തക്ക വിധത്തിൽ അങ്ങയുടെ മനസ്സ് വികസിച്ചിട്ടുണ്ട്. അതായത് സ്ത്രീ പുരുഷ ഭേദം, ഞാൻ പുരുഷനാണ്, അത് സ്ത്രീയാണെന്നുള്ള ബോധം ഉള്ളപ്പോഴാണ് സ്ത്രീകളിൽ നിന്ന് നീരാടുന്നതൊക്കെ ശ്രദ്ധിക്കുന്നത്. അല്ലെ, സ്ത്രീകളെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുന്നത് ആ സ്ത്രീയാണെന്നുള്ള ബോധം ഉള്ളിലുള്ളത് കൊണ്ടാണ്. ഞാൻ പുരുഷനും അവർ സ്ത്രീയുമാണെന്നുള്ള ബോധം വരുന്നത് എപ്പോഴാണ്? ശരീരബോധത്തിൽ ജീവിക്കുന്നവർക്ക്. അപ്പോൾ ശുഗബ്രഹ്മർഷിക്ക് അവിടെ നിന്ന് സ്നാനം ചെയ്യുന്നവർ സ്ത്രീകളാണോ പുരുഷന്മാരാണോ അല്ലെങ്കിൽ പക്ഷികളാണോ മൃഗങ്ങളാണോ ഇതൊന്നും അദ്ദേഹത്തിന് ബോധമണ്ഡലത്തിൽ കടന്നില്ല. ഏതോ മനുഷ്യർ അവിടെ നിന്നു, മനുഷ്യ വിഭാഗത്തിൽ ഒരു കൂട്ടർ എന്നേ അദ്ദേഹം കരുതിയിട്ടുള്ളൂ. അതറിയാവുന്ന അദ്ദേഹത്തിന്റെ വരവ് കണ്ടിട്ട് മനസ്സിലാക്കിയ ദേവസ്ത്രീകൾക്കറിയാം ശരീരബോധത്തിലുള്ള ആളല്ല, ആത്മബോധത്തിൽ വന്ന ആളാണ്. ആ ആളിന്റെ മുമ്പിൽ നമ്മൾ എങ്ങനെ നിന്നാലും ആ ആളിന് ഇതൊരു ജീവി, ഒരു മനുഷ്യ വിഭാഗത്തിലൊരു ജീവി എന്നേ തോന്നിയിട്ടുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഭഗവാൻ സൃഷ്ടിച്ച ഒരു ജീവി വർഗം അവിടെ നിൽക്കുന്നു എന്നേ തോന്നുന്നുള്ളൂ. ഇപ്പൊ വൃക്ഷങ്ങൾ നിന്നാലോ പക്ഷിമൃഗാദികൾ നിന്നാലോ ശ്രീ ശുഗനെ ഒന്നും തോന്നില്ല. അതുപോലെ തോന്നിയിട്ടുള്ളൂ ഈ ദേവസ്ത്രീകൾ നീരാടുന്ന കണ്ടപ്പോൾ. പക്ഷേ വ്യാസഭഗവാൻ അത്രയും എത്തിയിട്ടില്ല. സ്ത്രീ പുരുഷ ഭേദം അങ്ങയുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് അങ്ങയെ കണ്ടപ്പോൾ ഞങ്ങൾ കരയിൽ കയറുകയും ലജ്ജിതരായിരിക്കാനും കാരണം. അങ്ങയുടെ മകൻ ആയ ശ്രീശുഗൻ ആ സ്ത്രീ പുരുഷ ഭേദം ജ്ഞാനദൃഷ്ടി കൊണ്ട് അങ്ങയുടെ പുത്രൻ ആ ഭേദഭാവന അകന്നവനാണ്. സ്ത്രീയെന്നോ പുരുഷനെന്നോ മറ്റ് ജീവജാലങ്ങളോ എന്നുള്ള ഭേദഭാവന ജ്ഞാനം നേടി അകന്നവനാണ് ശ്രീശുഗൻ. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഭേദഭാവങ്ങൾ ഏതൊരു വ്യക്തിയിൽ നിന്ന് നഷ്ടപ്പെടുന്നോ അവിടെയേ ഭഗവാനെ കിട്ടുകയുള്ളൂ. ഭഗവാൻ അവിടെയേ പൂർണ്ണമായി പ്രകാശിക്കുകയുള്ളൂ. അതിനുദാഹരണമായിരുന്നു ഭഗവാൻ കടമ്പ വൃക്ഷത്തിലിരുന്ന് കാർത്യായനി വ്രതം അവസാനിപ്പിച്ച് നീരാടിക്കൊണ്ടിരുന്ന പെൺകുട്ടികളുടെ ഗോപസ്ത്രീകളുടെ ചേല എടുക്കുന്ന ആ ഒരു ലീല. അത് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഭാഗവതം. അതാണ് ഭാഗവതം എന്ന് പറയുന്നത്. എല്ലാ വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും എല്ലാ വേദാന്തങ്ങളായ ഉപനിഷത്തുകളുടെയൊക്കെ സർവസ്വമാണ്. അതെല്ലാം ലളിതമായ രൂപത്തിൽ കഥാരൂപത്തിൽ ഇത് ചിത്രീകരിച്ചിരിക്കുകയാണ്. അതിനെല്ലാറ്റിനും ഇതുപോലെയുള്ള വലിയ വലിയ തത്വങ്ങളുണ്ട്. ശരീരബോധം ആർക്ക് നഷ്ടപ്പെടുന്നോ, ഞാൻ ശരീരമാണെന്നുള്ള ബോധം ആർക്ക് നഷ്ടപ്പെടുന്നോ, ശരീരമാണെന്നുള്ള ബോധം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ബന്ധങ്ങൾക്ക് വലിയ വില കൽപ്പിക്കാതെ, ശരീരവുമായിട്ടുള്ളതാണ് നമ്മുടെ പുറമേയുള്ള ഭൗതികമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം. ആ ശരീരബോധം നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബന്ധങ്ങളിൽ പെട്ട് വേദനിക്കുകയില്ല. അജ്ഞാനം കൊണ്ടാണ് നമുക്ക് ബന്ധങ്ങളെല്ലാം വന്നു ഭവിക്കുന്നത്. അജ്ഞാനം എന്ന് വെച്ചാൽ ശരീരബോധം. ആ ശരീരബോധം ആർക്ക് നഷ്ടപ്പെടുന്നോ അവർക്കേ, അതായത് ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നവർക്കേ, പുറമേയുള്ള നമ്മൾ മനസ്സുകൊണ്ട് കെട്ടിയിടപ്പെടുന്ന ബന്ധനങ്ങളിൽ നിന്ന് മുക്തനാകുന്നവനാരുണ്ടോ അവർക്കേ ഭഗവാനെ കിട്ടുകയുള്ളൂ. ഭഗവാനെ കിട്ടാൻ വേണ്ടി ഒരു മാസക്കാലം വ്രതമെടുത്തതിന് ശേഷം കാർത്യായനി വ്രതം അനുഷ്ഠിച്ചു, പാർവതീദേവിക്ക് വേണ്ടി വ്രതം അനുഷ്ഠിച്ച ശേഷം അവർ ആ വ്രതാന അവസാന ദിവസം നീരാട്ട് കഴിഞ്ഞിട്ട് ഭഗവാന് വേണ്ടിയിട്ട് പ്രാർത്ഥനയോടിരിക്കുമ്പോഴാണ് അവരുടെ മനസ്സ്, എത്ര പേരുടെ മനസ്സ് ഭഗവാൻ വിളയാടുവാൻ അല്ലെ ഭഗവാനെ ലഭിക്കുവാൻ യോഗ്യതയുണ്ട് എന്നറിയാൻ വേണ്ടിയാണ് നമ്മുടെ ആ ഗോപാലകൃഷ്ണനായ നമ്മുടെ കണ്ണൻ അവിടെ ചെന്ന് നിന്നിട്ട് ആ ചേല
ഗോപികമാരുടെ ചേല അപഹരിക്കുമ്പോൾ ശരീരബോധം നഷ്ടപ്പെട്ടത് സാക്ഷാൽ ഭഗവാനാണ്. ഭഗവാന്റെ മുന്നിൽ എനിക്ക് എങ്ങനെ ചെന്നാൽ എന്താണ്? ഞാൻ ആത്മാവല്ലേ, ഭഗവാൻ എനിക്ക് തന്ന ആത്മശക്തിയല്ലേ എന്നിൽ പ്രവർത്തിക്കുന്നത്. ശരീരം ഭഗവാൻ തന്ന ഒരു ഉപകരണം. ആ ബോധമുള്ളവർ ഭഗവാന്റെ മുന്നിൽ തൊഴുകയോടെ ചെന്ന് വസ്ത്രം വാങ്ങി. ചില ഗോപസ്ത്രീകൾ ആ ഒരു ലെവൽ വരെയും ഭക്തിയുടെ ആ ഭാവം വരെ എത്താത്തവരാണ്. അവർക്ക് ലജ്ജ തോന്നി ഭഗവാന്റെ മുന്നിൽ ചെല്ലാതിരുന്നത്. അപ്പോൾ ആരൊക്കെയാണോ യഥാർത്ഥത്തിൽ ശരീരബോധത്തിൽ നിന്ന് നഷ്ടപ്പെട്ട് ഞാൻ ശരീരമല്ല എന്ന് വെച്ചാൽ ആത്മബോധത്തിൽ എത്തുന്നവർ ആരാണോ അവർക്ക് ഈശ്വരനെ കിട്ടുകയുള്ളൂ. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഈ ജന്മം എത്രയോ ജന്മങ്ങളായിട്ട് നമ്മൾ പല പല ജീവജാലങ്ങളായിട്ട് ജനിച്ചു. അതിനുശേഷം നമ്മൾ മനുഷ്യജന്മം എടുത്തു. മനുഷ്യജന്മത്തിൽ കോടിക്കണക്കിന് ജന്മങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ജന്മങ്ങൾ എടുക്കുകയും അവസാനിക്കുകയും വീണ്ടും എടുക്കുകയും പുനരഭി ജനനം പുനരഭി മരണം. എന്തിനാണിത്? ഇതിന്റെ എല്ലാം അവസാനത്തെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ. നമ്മൾ ആത്മബോധത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയാണ് അവസാനം. ഞാൻ ഈ ആത്മീയ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ധാരാളം സംശയങ്ങളുണ്ടായിരുന്നു. എന്നാണ് ഞാൻ ജനിച്ചതെന്നും എന്നാണിത് എൻ്റെ ഈ മനുഷ്യജന്മത്തിന്റെ അവസാനം എന്നായിരിക്കും എന്നൊക്കെ, അതായത് ശരീരത്തിന്റെ അവസാനമല്ല ആത്മാവിന്റെ അവസാനം എന്നായിരിക്കും എന്നൊക്കെയുള്ള ധാരാളം സംശയങ്ങൾ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഭഗവാൻ എനിക്ക് ഈ ആത്മബോധത്തിലേക്ക് വന്നതിന് ശേഷം ഭഗവാൻ ആ ഒരു ജ്ഞാനത്തിന്റെ തുടക്കത്തിൽ തന്നെ ഭഗവാൻ അതെല്ലാം എനിക്ക് മനസ്സിലാക്കി തരികയാണ് ചെയ്തത്. നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇറങ്ങി തിരിക്കുന്നത് അത് നമുക്ക് കിട്ടുകയാണ് പ്രകൃതിയിൽ നിന്ന്, ഈ പ്രപഞ്ചത്തിൽ നിന്ന്. നമ്മുടെ ബോധം എന്ന് വെച്ചാൽ ഭഗവാനാണ് നമുക്ക് ബോധമായിട്ടിരിക്കുന്നത്. ആ ഭഗവാൻ തന്നെയാണ് നമ്മുടെ ബോധത്തിലേക്ക് ആ ജ്ഞാനം തരുന്നത്. എപ്പോഴാണ് നമ്മളുടെ ഈ മനുഷ്യജന്മം അവസാനിക്കുന്നത്? എപ്പോഴാണ് തുടങ്ങുന്നത്? എപ്പോഴാണ് അവസാനിക്കുന്നത്? അവസാനിക്കുന്നത് എന്താണ്? എപ്പോഴാണോ എന്നിലിരിക്കുന്നത് ഈ ആത്മാവ് ഭഗവാൻ തന്നെയാണ്, ഞാൻ എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണെന്നുള്ള തിരിച്ചറിവ് വന്നതിന് ശേഷം അതിനെ അനുഭവവേദ്യമാകുന്ന അവസ്ഥ വരുമ്പോൾ ശ്രീ ശുക ബ്രഹ്മർഷിയെ പോലെ ആ ഒരു ഘട്ടത്തിൽ വന്നു കഴിയുമ്പോൾ പിന്നീട് ഭഗവാന്റെ പത്മപാദങ്ങളിലേക്ക് ചെന്ന് ലയിക്കുകയാണ്. പിന്നീട് ജനനവും ഇല്ല, മരണവും ഇല്ല. അപ്പോൾ ഒരു വ്യക്തി ബോധം തിരിച്ചറിയുന്നത് എപ്പോഴാണ്? അപ്പോഴാണ് നമ്മുടെ ജന്മം അവസാനിക്കുന്നത്. അതുവരെയും നാം ഇങ്ങനെ തുടർന്ന് ജനിച്ചും മരിച്ചും ഇങ്ങനെ നമ്മുടെ ജന്മങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ദേവസ്ത്രീകളുടെ മറുപടി കേട്ടപ്പോൾ വ്യാസഭഗവാൻ തന്റെ മകനെ ഓർത്ത് അദ്ദേഹം അഭിമാനപ്പെടുകയാണ് ചെയ്തത്. ശ്രീശുകൻ എങ്ങനെയാണ് ഈ 7 ദിവസക്കാലം ഒരു രാജാവിന്റെ സന്നിധിയിൽ, പരീക്ഷിത് മഹാരാജാവിന്റെ സന്നിധിയിലിരുന്ന് ആ വേദസാരാംശങ്ങളായ ഭാഗവതം ഇത്രയും ദിവസം അദ്ദേഹം അവിടെ എങ്ങനെ തങ്ങി എന്നൊക്കെയാണ് സൂതനോട് ശൗനക മഹർഷി ചോദിക്കുന്നത്. എവിടെ എത്തിയാലും, ഏതൊരു സ്ഥലത്ത് എത്തിയാലും ഒരു പശുവിനെ കറക്കുന്ന സമയത്ത് അത്രയും ദൈർഘ്യമേ അദ്ദേഹം അവിടെ നിൽക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹം ഒരു സഞ്ചാരിയായിട്ട് ദശാന്തരം നടത്തുന്ന ആ ശുകബ്രഹ്മർഷി എങ്ങനെ ഈ 7 ദിവസക്കാലം പരീക്ഷിത് മഹാരാജാവിന് ഇത് ഉപദേശിച്ചു കൊടുക്കുവാൻ അവിടെ ഇരുന്നു എന്നുള്ള കാര്യമാണ് ശൗനകാദികള് സൂത പൗരാണികനോട് ചോദിക്കുന്നത്. അപ്പോൾ ഈ 7 ദിവസം പരീക്ഷത്തിന്റെ മുൻപിൽ ഇരുന്ന് ആ പുരാണം ഉപദേശിക്കുവാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിക്കുകയാണ്. അഭിമന്യുവിന്റെ പുത്രനാണ് പരീക്ഷിത്ത്, അത് നമുക്കറിയാവുന്നതാണല്ലോ. അത് ആ പരീക്ഷിത്തിനെ ഭഗവാൻ രക്ഷിച്ചെടുത്ത്, ഭഗവാനാണ് ആ ജീവൻ നിലനിർത്തി കൊടുത്തത്. കാരണം തന്നെ അദ്ദേഹം പരമഭക്തനാണ്. അദ്ദേഹത്തിന്റെ ആശ്ചര്യകരമായ ആ ജന്മവും കർമ്മങ്ങളും പറഞ്ഞു തരൂ എന്ന് സൂതനോട് പറയുകയാണ് ശൗനകാദികള്. പാണ്ഡവർക്ക് അഭിമാനഭാജനമായ അദ്ദേഹം രാജ്യത്തെ ഐശ്വര്യത്തെ എല്ലാം ഉപേക്ഷിച്ച് ഗംഗാതീരത്തിൽ ആ പ്രായോപവേശം ചെയ്യുവാനുണ്ടായ, അതായത് മരണം വരെ ഉപവസിച്ച് മരണത്തെ ഏറ്റെടുക്കുവാനുള്ള കാരണം എന്താണ്? ശത്രുക്കൾ പോലും അദ്ദേഹത്തിന് കപ്പം നൽകി, അദ്ദേഹത്തിന് ടാക്സ് ഒക്കെ നൽകി പരീക്ഷത്തിനെ ചക്രവർത്തിയായി ബഹുമാനിക്കുന്നു. അത്രയും ശ്രേഷ്ഠനാണ്. ശത്രുക്കൾ പോലും തന്റെ ചക്രവർത്തിയായിട്ട് പരീക്ഷിത് മഹാരാജാവിന്
എന്നെ കാണുന്ന ആളാണ്. അങ്ങനെയുള്ള ആ വീരശൂര പരാക്രമിയായ അദ്ദേഹം തൻ്റെ രാജ്യത്തെയും ഐശ്വര്യത്തെയും യൗവനത്തിൽ തന്നെ ഉപേക്ഷിക്കാൻ കാരണമെന്താണെന്ന് ശൗനകാദികൾ ചോദിക്കുകയാണ് സൂത മഹർഷിയോട്. അപ്പോൾ ലോക നന്മയ്ക്ക് വേണ്ടി ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടവരാണ് ഈശ്വരൻ പ്രാപ്തി ലഭിച്ചവർ. അപ്പോൾ ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഈശ്വരാനുഗ്രഹത്തിൽ ജീവിക്കുന്ന ഈശ്വരന്റെ ഭഗവാന്റെ പരമഭക്തനായിട്ടുള്ള ഈ പരീക്ഷിത് മഹർഷി ഈ യൗവനത്തിൽ തന്നെ മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈശ്വര കർമ്മങ്ങളിൽ ഏർപ്പെട്ട് സത്തുക്കളായി ജീവിക്കുന്നവർ അനേക കാലം പ്രജകളുടെ ശ്രേയസ്സിനും ഐശ്വര്യത്തിനും ഒക്കെ ജീവിക്കേണ്ടത് അത്യന്തം ആവശ്യകരമാണ്. അത് മറ്റുള്ളവർക്ക് അവനവന്റെ ശരീരത്തെ പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അല്ലാതെ പ്രായോപവേശത്തിലൂടെ ഉപേക്ഷിക്കാൻ ഇദ്ദേഹത്തിന് കാരണം എന്താണ്? ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഇവര് ഈ ഈശ്വര കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർ അനേക കാലം ആ ശരീരം ഉപയോഗിച്ച് ഈശ്വര കർമ്മങ്ങൾ ചെയ്യണം. സ്വന്തം ആവശ്യങ്ങളോ കർമ്മങ്ങൾക്കോ ഒന്നും അവർ പ്രാധാന്യം കൊടുക്കാൻ അവർക്ക് കാര്യമില്ല, കർമ്മങ്ങളില്ല. കാരണം അവരുടെ കർമ്മങ്ങളെല്ലാം ഭഗവത് സേവയ്ക്ക് വേണ്ടിയുള്ളതാകും. അങ്ങനെയുള്ളപ്പോൾ ഭഗവാൻ അവരുടെ ജീവിതം മുന്നോട്ട് തന്നെ കൊണ്ടുപോകുമെന്നാണ് ശൗനകാദികൾ പറയുന്നത്. എന്നിട്ടും ഈ ചെറുപ്പത്തിൽ തന്നെ പരീക്ഷിത് ശരീരം ഉപേക്ഷിച്ച് മരണത്തെ പുൽകാൻ കാരണം എന്താണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ സൂത പൗരാണികൻ അതിന് മറുപടി കൊടുക്കുകയാണ്. മൂന്നാമത്തെ യുഗമായ ദ്വാപര യുഗത്തിലാണ് പരാശര മഹർഷിയുടെയും സത്യവതിയുടെയും പുത്രനായി ഭഗവാൻ അംശസ്വരൂപേണ വ്യാസനായി അവതരിച്ചത് എന്ന്. അപ്പോൾ ഈ വ്യാസ ഭഗവാൻ ഭഗവാന്റെ അംശാവതാരമാണ്. പൂർണ്ണ അവതാരം ശ്രീകൃഷ്ണാവതാരമാണ്. അംശാവതാരമാണ് പരശുരാമാവതാരം, ഈ വ്യാസ ഭഗവാൻ തുടങ്ങിയവരൊക്കെ. അപ്പോൾ അത് മൂന്നാമത്തെ യുഗമായ ദ്വാപര യുഗത്തിലാണ് പരാശര മഹർഷിയുടെയും സത്യവതിയുടെയും പുത്രനായി ഭഗവാൻ അംശസ്വരൂപനായി വ്യാസനായി അവതരിച്ചത്. അദ്ദേഹം മഹായോഗിയും ശ്രേഷ്ഠനുമായ ഋഷിയായിരുന്നു വ്യാസഭഗവാൻ. ഒരു ദിവസം സൂര്യോദയ സമയത്ത് അദ്ദേഹം സന്ധ്യാവന്ദനം കഴിഞ്ഞ് സരസ്വതി തീരത്തുള്ള തൻ്റെ ശമ്യപ്രാസം എന്ന ആശ്രമത്തിൽ ഇരിക്കുകയായിരുന്നു. അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ, അപ്പോൾ ശമ്യപ്രാസം എന്ന ആശ്രമത്തിൽ ഇരിക്കുമ്പോൾ വരാൻ പോകുന്നതെല്ലാം അദ്ദേഹം വ്യാസമഹർഷിയുടെ മനോമുകുരത്തിൽ കാണുകയാണ്. കാലപ്രവാഹത്തിൽ ഓരോ യുഗം കഴിയും തോറും ധർമ്മം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. ജീവജാലങ്ങൾക്ക് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കുറഞ്ഞു വരുന്നു. ഭാവിയിൽ കലിയുഗത്തിലെ ജനങ്ങൾ അല്പായുസുകളായിരിക്കും. അപ്പോൾ ദ്വാപരയുഗത്തിലാണ് വ്യാസഭഗവാൻ ഇത് ഓർക്കുന്നത് തൻ്റെ ആശ്രമത്തിലിരുന്നു കൊണ്ട്. ഭാവിയിൽ കലിയുഗത്തിലെ ജനങ്ങൾ അല്പായുസുകളായിരിക്കും. 4 വർണ്ണങ്ങളിലും ആശ്രമങ്ങളിലും പെട്ടവർക്ക് ശ്രേയസ് ഉണ്ടാകാൻ, 4 വർണ്ണങ്ങൾ ചാതുർവർണ്ണങ്ങൾ, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. 4 ആശ്രമങ്ങളെന്ന് വെച്ചാൽ ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. ഈ 4 വർണ്ണങ്ങളിലും ആശ്രമത്തിലും പെട്ടവർക്ക് ശ്രേയസ് ഉണ്ടാക്കുവാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്ന് അദ്ദേഹം വേദവ്യാസ ഭഗവാൻ ചിന്തിക്കുകയാണ്. വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ചാതുർഹോത്രം എന്ന കർമ്മം മനഃശുദ്ധിക്ക് വളരെ പ്രയോജനമാണ്. ഭാവിയിലെ ജനങ്ങൾക്ക് വേദം മുഴുവൻ പക്ഷേ പഠിക്കുവാനോ അതിനുള്ള ക്ഷമയോ ഓർമ്മശക്തിയോ ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് വളരെ വിഷമിച്ച് ഇരിക്കുകയാണ് വേദവ്യാസ മഹർഷി. അങ്ങനെ ആ അവസരത്തിലാണ് അദ്ദേഹം ഈ വേദം 4ആയിട്ട് പകുക്കുവാൻ തീരുമാനിക്കുന്നത്. ഇങ്ങനെ അനേകം വിശാലമായി കിടക്കുന്ന അറിവുകളെ 4ആയിട്ട് വിഭജിക്കുകയാണ്. ഓരോ വിഭാഗത്തിൽപ്പെട്ട അറിവുകളാക്കി വരാനിരിക്കുന്ന തലമുറ ജ്ഞാനത്തിലേക്ക് എത്തുവാൻ വേണ്ടി വളരെ വേർതിരിച്ച് വ്യത്യസ്തമാക്കി ചുരുക്കരൂപത്തിലാക്കുകയാണ് വേദവ്യാസ ഭഗവാനെപ്പോൾ ചെയ്യുന്നത്. കൃഷ്ണദ്വൈപായകനൻ എന്ന വേദവ്യാസ മഹർഷി, ബാദരായണൻ എന്നെല്ലാം പേരിൽ അദ്ദേഹത്തെയാണ് അറിയപ്പെടുന്നത്. വേദങ്ങളെ വ്യസിച്ചതുകൊണ്ടാണ് വേദവ്യാസൻ 4ആയിട്ട് പകുത്തു. ഓരോ വിഭാഗത്തിലുള്ള അറിവുകളെയും വ്യത്യസ്തമായി 4ആയിട്ട് പകുത്ത് മാറ്റി അത് ജനങ്ങൾ നന്മയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം അത് ചെയ്തത്. വേദങ്ങളുടെ
അർത്ഥത്തെ തന്നെ ഇതിഹാസ പുരാണങ്ങളിലൂടെ കുറെ കൂടി ലളിതമായി അദ്ദേഹം പ്രതിപാദിച്ചു. ഈ ഋഗ്, യജുസ്, സാമം, അഥർവം എന്നിങ്ങനെ 4 പേരുകൾ നൽകി 4ആയിട്ട് മൊത്തം അറിവുകളെയും, ഈ അറിവ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ ബ്രഹ്മദേവന് മാനസധാരിൽ കൊടുത്തതാണ് സങ്കല്പമായിട്ട്. ആ ബ്രഹ്മദേവൻ അത് ഈ വേദങ്ങളാകുന്ന ജ്ഞാനം നാരദ മഹർഷി, അത് ബ്രഹ്മദേവന്റെ മാനസപുത്രനാണ് നാരദ മഹർഷി. നാരദ മഹർഷി ഭഗവാൻ തന്നെയാണ്, ഭഗവാനാണ് നാരദനായിട്ട് അവതരിച്ചതും നാരദ പഞ്ചരാത്രം എഴുതിയതും എന്നൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ആ നാരദ മഹർഷിയിൽ നിന്നാണ് വേദവ്യാസ ഭഗവാൻ ഈ വേദങ്ങളെല്ലാം ലഭിക്കുന്നത്, അറിവ് ലഭിക്കുന്നത്. ആ വേദവ്യാസൻ ശുഗബ്രഹ്മർഷിക്ക് കൊടുക്കുന്നു. ശുഗൻ പരീക്ഷത്തിന് ഉപദേശിച്ചപ്പോൾ അവിടെയുണ്ടായിരുന്ന സൂതനാണ് ഭാഗവതം ഉപദേശിക്കുന്നത് ശൗനകാദികൾക്ക്. അതെല്ലാം ക്ലിയറായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഋഗ്വേദം, ഈ 4 വേദങ്ങൾ വേദവ്യാസ മഹർഷി 4 മഹർഷിമാർക്ക് വിഭജിച്ച് കൊടുക്കുകയാണ്. ഋഗ്വേദം പൈല മഹർഷിക്കും, യജുർവേദം വൈശമ്പായനനും, സാമവേദം ജൈമിനി മഹർഷിക്കും, അഥർവവേദം സുമന്തുവിനും ഉപദേശിച്ചു കൊടുത്തു. ഈ 4 പേരും വ്യാസന്റെ ശിഷ്യന്മാരായിരുന്നു. ഋഗ്വേദം പൈല മഹർഷിക്ക്, യജുർവേദം വൈശമ്പായനന്, സാമവേദം ജൈമിനിക്ക്, അഥർവവേദം സുമന്തുവിനും ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ ഈ സൂതന്റെ അച്ഛനും വ്യാസമഹർഷിയുടെ മറ്റൊരു ശിഷ്യനുമായ രോമഹർഷണൻ വേദങ്ങളുടെ സാരമായ പുരാണങ്ങളും ഇതിഹാസങ്ങളും പഠിക്കുകയുണ്ടായി. അതായത് ഈ സൂതൻ ആണല്ലോ ഇപ്പോൾ ശൗനകാദികൾക്ക് ഭാഗവതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ആരംഭിക്കുന്നത്. അപ്പോൾ ആ സൂത മഹർഷിയുടെ അച്ഛനും വേദവ്യാസന്റെ ഒരു ശിഷ്യൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് രോമഹർഷണൻ എന്നായിരുന്നു. അദ്ദേഹവും വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും പഠിച്ച ആളായിരുന്നു. വേദവ്യാസ ശിഷ്യനായ പൈലൻ മുതലായ ഋഷിമാർ അവരവരുടെ വേദത്തെ പല പല ശാഖകളായി വിഭജിച്ചിട്ട് വീണ്ടും പ്രശിഷ്യ പരമ്പരയിലൂടെ ലോകത്തിൽ അത് പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. അവരുടെ ശിഷ്യന്മാരും അവരുടെ വീണ്ടും ശിഷ്യന്മാരും അങ്ങനെയുള്ളവർക്കെല്ലാം അത് പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. ഈ 4 വേദങ്ങളും ഇതിഹാസങ്ങളും എല്ലാം അങ്ങനെ പ്രചരിപ്പിച്ചു. ഏതെങ്കിലും ഒരു വേദശാഖ പഠിക്കാൻ കഴിഞ്ഞാൽ തന്നെ വൈദികമായിട്ടുള്ള ചാതുർഹോമ കർമ്മം അറിഞ്ഞതിന് തുല്യമാകും. ഒരു വേദം, ഋഗ്വേദം, യജുർവേദം, ഏതെങ്കിലും ഒരു വേദം പഠിച്ചാൽ തന്നെ നമുക്ക് മനഃശുദ്ധി സമ്പാദിച്ച് ജ്ഞാനത്തിന് അർഹരായി തീരുവാൻ കഴിയും. പക്ഷേ നമ്മുടെ ഈ കലിയുഗത്തിൽ ഒരു മനുഷ്യായുസ് കൊണ്ട്, ഒരു പുരുഷായുസ് കൊണ്ട് ആയുസ് 100 അല്ലെ 125 വർഷം എന്നൊക്കെയാണ് പറയുന്നത് കലിയുഗത്തിൽ. എങ്കിലും അത് 100 വർഷമായി പരിമിതമാകുന്നു. അത് 100-ൽ നിന്ന് 80 ആകുന്നു. ഇപ്പോൾ 50-ഉം 60-ഉം ഒക്കെ കൊണ്ട് അവസാനിക്കുന്നു. വരുന്ന കാലങ്ങളിൽ 40-ലും 30-ലുമെല്ലാം ജരാനരകൾ ബാധിച്ച്, വാർദ്ധക്യം ബാധിച്ച് അടുത്ത തലമുറയൊക്കെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഈ കലിയുഗത്തിൽ ഇതെല്ലാം ഒരു വേദമെങ്കിലും പഠിച്ചെടുക്കുവാൻ ആർക്കുണ്ടാകും ജ്ഞാനവും സമയവും അറിവും ബുദ്ധിയും ഓർമ്മയുമൊക്കെ? അതിനുവേണ്ടിയാണ് അതിനെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് വേദവ്യാസ ഭഗവാൻ വീണ്ടും വിഷണ്ണനാകുന്നത്. തന്നെയുമല്ല, സ്ത്രീകൾ, ശൂദ്രർ, വേദ അധികാരമില്ലാത്ത ബ്രാഹ്മണിൽ തന്നെ വേദത്തിന്റെ അധികാരമില്ലാത്തവരുണ്ട്. ഇവരൊക്കെ തമോ ഗുണപ്രധാനികളാണ്. നമ്മൾ സ്ത്രീകളൊക്കെ തമോ ഗുണപ്രധാനികളായിട്ടാണ് വേദങ്ങളിലൊക്കെ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് വേദം പഠിക്കുവാൻ അർഹതയില്ല. കാരണം തമോ ഗുണപ്രധാനികളെന്ന് പറയുന്നതിന് കാരണം സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ എല്ലാ രംഗത്തും അതിനുള്ള ഒരു അവസരവുമില്ല, ശുദ്ധിയില്ല, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതല്ല സ്ത്രീകൾ മ്ലേച്ഛരാണെന്ന് അല്ല അർത്ഥം. അപ്പോൾ ആ വേദങ്ങൾ പഠിച്ചവരും നമ്മുടെ ഭാരതത്തിൽ ഗാർഗി, മൈത്രേയി തുടങ്ങിയ വേദ പണ്ഡിതകളുണ്ട്, പാരംഗതകളുണ്ട്. പക്ഷെ എല്ലാ സ്ത്രീകളും പുരുഷന്മാരെ ഈ മഹർഷീശ്വരന്മാർ ഇത് കണ്ടെത്തുവാൻ, സത്യജ്ഞം കണ്ടെത്തുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് പോലെ സ്ത്രീകൾക്ക് പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് അവരെ വേദപഠനത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. ഈ സ്ത്രീകൾ ഇത് ചെറുപ്പത്തിൽ പുരുഷന്മാർ പഠിക്കുന്നത് പോലെ
വേദവും വേദാന്തവും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് അടുത്ത തലമുറയെ സൃഷ്ടിക്കുവാനുള്ള അല്ലെങ്കിൽ മനുഷ്യൻ നിലനിൽക്കുവാനുള്ള ഒരു ഉപാധിയല്ലേ സ്ത്രീകളല്ലേ അടുത്ത തലമുറയെ സൃഷ്ടിക്കുന്നവർ. അപ്പോൾ ആ സ്ത്രീകൾക്ക് ഈ ഭൗതിക ജീവിതത്തിൽ വിരക്തി വന്നു കഴിഞ്ഞാൽ പിന്നീട് ഭൂമിയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. അതും സ്ത്രീകൾ വേദം പഠിക്കുന്നതിൽ നിന്ന് വിലക്കിയിട്ടുണ്ടാകാം. ഇത് എൻ്റെ ഒരു തോന്നലാണ്, ഇത് എനിക്ക് തോന്നിയതാണ്, അല്ല ഞാനിത് എവിടെയും വായിച്ചതല്ല ഈ അഭിപ്രായം. അങ്ങനെ അവർക്ക് പഠിക്കാൻ, അല്ലെങ്കിൽ അവർക്കും ശ്രേയസ് ഉണ്ടാകണമല്ലോ. സ്ത്രീകൾക്കും ശൂദ്ര വിഭാഗത്തിലുള്ളവർക്കും വേദത്തിൽ അധികാരമില്ലാത്ത ബ്രാഹ്മണർക്കും ഒക്കെ വേദം പഠിക്കാൻ അർഹതയില്ലെങ്കിലും അവർക്കും ജീവിതത്തിൽ ശ്രേയസ്സും പ്രേയസ്സും ഒക്കെ ഉണ്ടാകണ്ടേ എന്ന് കരുതി ദുഃഖിതനായി മാറിയ വേദവ്യാസ മഹർഷി മഹാഭാരതം എന്ന ഇതിഹാസം നിർമ്മിച്ചു. ആ ഇതിഹാസത്തിലൂടെ വേദത്തിൽ പറഞ്ഞ ധർമ്മം തന്നെ വളരെ ലളിതമായ ഭാഷയിലാണ് മഹാഭാരതത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അതിൽ മഹാഭാരതം നമ്മൾ കഥയായിട്ട് വായിച്ചു തീർക്കുന്ന പാണ്ഡവരുടെയും കൗരവരുടെയും ശത്രുതയും അവരുടെ യുദ്ധവും അതൊക്കെ അതിൻ്റെ മധ്യഭാഗത്താണ് ഭഗവത്ഗീത. അപ്പോൾ ആ ഭഗവത്ഗീത എന്ന് പറയുന്ന ആ ഭാഗം മാത്രം തന്നെ വായിച്ചാൽ തന്നെ നമുക്ക് ജീവിതത്തിലെ മുഴുവൻ വേദാന്തങ്ങളും, ജീവിതം മുഴുവൻ എന്തിനാണ് നാം ജീവിക്കുന്നത്, എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത്, ഗൃഹസ്ഥാശ്രമി എന്ത്, ബ്രഹ്മചര്യവ്രതം എങ്ങനെ അനുഷ്ഠിക്കണം, വാനപ്രസ്ഥം എന്ത്, സന്യാസം എന്ത്, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ആ മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയാണ് വളരെ ലളിതമായ രീതിയിൽ വ്യാസഭഗവാൻ ഈ വേദങ്ങളുടെ എല്ലാ അന്തസ്സത്തെ മഹാഭാരതം എന്ന ഇതിഹാസമായിട്ട് രചിച്ചത്. ഇങ്ങനെ മനുഷ്യവർഗത്തിന്റെ ശ്രേയസ്സിന് വേണ്ടി എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരുന്നിട്ടും അദ്ദേഹത്തിന് ഒരു കൃതാർത്ഥത, ഒരു ആത്മാവിനൊരു സന്തോഷം, ഒരു നിറവ് അനുഭവപ്പെട്ടില്ല. വേണ്ടത്ര മനസ്സംതൃപ്തി തോന്നാതെ ഇങ്ങനെ ആശ്രമത്തിലിരുന്ന് വ്യാസമഹർഷി ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയാണ്. ബ്രഹ്മചര്യവ്രതത്തെയൊക്കെ ദീക്ഷിച്ചിരുന്ന് എല്ലാ വേദങ്ങളും ഞാൻ പഠിച്ചു, ഗുരുനാഥന്മാരുടെ വളരെ ഭക്തിയോടുകൂടി പൂജിച്ച് ബഹുമാനിച്ചു, അവരെ ഭക്തിപൂർവ്വം ശുശ്രൂഷിച്ചു, വിധി പോലെ എല്ലാ ദിവസവും അഗ്നിഹോത്രം ചെയ്തു വരുന്നുണ്ട്. മഹാഭാരതം എന്ന ഇതിഹാസത്തെ നിർമ്മിച്ച് വേദത്തിൻ്റെ അർത്ഥം ലളിതമായി പ്രതിപാദിച്ചു. അതിലൂടെ സ്ത്രീകൾക്കും ശൂദ്രന്മാർക്കും താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർക്കും എല്ലാം അവരവരുടെ ധർമ്മം അറിഞ്ഞ് ജീവിക്കുവാനും ആചരിക്കുവാനും ഞാനിതിനെല്ലാം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സിങ്ങനെ പരമാത്മ തത്വത്തിനോട് ഏകീഭവിക്കാത്തത്? ഇതാണ് പരമാത്മ തത്വത്തെ ഏകീഭവിക്കാൻ. പക്ഷേ വ്യാസഭഗവാന്റെ മകനായ ശ്രീശുകൻ ആ പരമാത്മ തത്വത്തിൽ ഏകീകരിച്ചു. വ്യാസഭഗവാന് അത് അനുഭവവേദ്യമായിട്ടില്ല ഇതുവരെയും. ഈ ആത്മതത്വം സ്വന്തമായിട്ട് അനുഭവവേദ്യമായിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും എഴുതിയിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് ഭഗവാന്റെ ചൈതന്യത്തെ അനുഭവിക്കാൻ കഴിയാത്തത് എന്ന അതിൽ നിന്ന് ഞാൻ എന്താണ് അകന്നു നിൽക്കുന്നത്? പരമഹംസന്മാർക്കും ഭഗവാനും പ്രിയപ്പെട്ടവയാണ് ഭാഗവത ധർമ്മങ്ങൾ. അവയെ വേണ്ടതുപോലെ പ്രതിപാദിക്കാത്തതിലായിരിക്കുമോ എനിക്ക് ഈ ഇങ്ങനെയുള്ളൊരു ഏകീകരണം, ആത്മാവും പരമാത്മാവും തമ്മിലുള്ളൊരു ഐക്യത്തിന്റെ സുഖം അനുഭവപ്പെടാത്തത്? ഇങ്ങനെ വിചാരിച്ച് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന വ്യാസ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് നാരദ മഹർഷി കടന്നു വരികയാണ് ചെയ്യുന്നത്. എല്ലാം അറിയാവുന്ന ഭഗവാന്റെ അവതാരമാണല്ലോ നാരദ മഹർഷി. എവിടെയും എപ്പോഴും എന്ത് സംഭവിക്കുന്നു എന്ന് കൃത്യമായി അറിയാവുന്ന ബോധമുള്ള ആളാണ്. അപ്പോൾ വേദവ്യാസ മഹർഷിയുടെ ആ ബോധത്തിലുള്ള വിഷമം മനസ്സിലാക്കി വ്യാസഭഗവാനെ കാണുവാൻ നാരദ മഹർഷി അവിടേക്ക് എത്തുകയാണ്. അപ്പോൾ വ്യാസഭഗവാൻ എഴുന്നേറ്റ് നാരദ മഹർഷിയെ സൽക്കരിക്കുകയാണ്. ദേവന്മാർക്ക് പോലും ആരാധ്യനായ നാരദരെ വേണ്ട വിധി പോലെ പൂജിച്ച് ഇരുത്തുകയാണ് വേദവ്യാസ മഹർഷി തൻ്റെ ആശ്രമത്തിലേക്ക് കടന്നു വന്ന് നാരദ മഹർഷിയെ. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ഇനിയും വ്യാസഭഗവാനും നാരദരും തമ്മിലുള്ള സംഭാഷണമാണ്. അതാണ് നമ്മുടെ ഭാഗവതത്തിൻ്റെ
തുടക്കം. ഭാഗവതം വേദവ്യാസൻ എഴുതുവാനുള്ള കാരണം ഈ നാരദ മഹർഷിയുടെ ഉപദേശമാണ്. അത് നമുക്ക് അടുത്ത ദിവസം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇന്ന് ഇതോടെ ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.